ചിന്നു. കട്ടിലിൽ കിടക്കുന്ന ചിന്നുവിനെ നോക്കി ജെനി വിളിച്ചു. ജെനി, ഞാൻ ആമയുടെ അടുത്ത് പോകട്ടെ? അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവൾ ഒരുപാട് വിഷമിച്ച് കാണില്ലേ? ഞാൻ വിളിച്ചപ്പോൾ കുറേ കരഞ്ഞു. പിന്നെ ജോച്ചേട്ടൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞു. ചാച്ചൻ അവിടെ ചെന്നോ? ജെനി സംശയത്തോട് ചോദിച്ചു. ചെന്നു. കുടിച്ചിട്ടാ ചെന്നതെന്ന് പറഞ്ഞു. മനുവേട്ടനുമായി ഉടക്കി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവൾക്ക് അതൊക്കെ വിഷമമായി. അവൾ കാരണമാ അവർ പിരിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു. ഞാൻ ചാച്ചനെ ഒന്ന് വിളിക്കട്ടെ ചിന്നു. എന്തിനാ അങ്ങനെ ആമയെ വിഷമിപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാം. വേണ്ട ജെനി, ഒന്നും ചോദിക്കണ്ട. പിന്നെ അതിൻ്റെ ദേഷ്യം അവളോട് കാണിച്ചാലോ? എനിക്ക് അവളെ കാണാൻ തോന്നുന്നു ജെനി. നീ വിഷമിക്കണ്ട, ഞാൻ പപ്പയോട് പറയാം. മമ്മിക്ക് അവളെ കാണണമെന്നുണ്ട്. നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോണം. എനിക്ക് എൻ്റെ ആമയെ കാണണം. ചിന്നു, ശരിക്കും ആമ എനിക്കൊരു അത്ഭുതമാണ്. നിനക്കറിയോ, 2 ആഴ്ച ഞാൻ ആ മുറിയിൽ ഒതുങ്ങിക്കൂടിയവളാ. എൻ്റെ ചാച്ചനോട് പോലും മിണ്ടാതെ, എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ. പക്ഷേ ആമി 2 ദിവസമേ ഇവിടെ നിന്നുള്ളൂ എങ്കിലും അവൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതാ ഇപ്പോൾ ഇത്രയെങ്കിലും എന്നെ മാറ്റിയത്. സൈക്യാട്രിസ്റ്റ് പോലും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത് അവളാ എനിക്ക് പറഞ്ഞു തന്നത്. അവളെ സമ്മതിക്കണം. ആരാന്ന് പോലും അറിയാത്ത എൻ്റെ ചാച്ചൻ്റെ കൂടെ ഒരു രാത്രി അവൾ കഴിഞ്ഞിട്ട് അവർക്കിടയിൽ എന്തെങ്കിലും നടന്നില്ലേ? അതെനിക്കറിയില്ല. എന്താണേലും ആത്മഹത്യയെ പോലും ചിന്തിക്കാതെ ജീവിക്കാൻ അവൾ ശ്രമിക്കുന്നില്ലേ? ഞാൻ അങ്ങോട്ട് പോയി തെറ്റ് ചെയ്തിട്ട് എനിക്ക് പോലും പറ്റാത്തതാണ് അവൾ എനിക്ക് മുൻപിൽ കാണിച്ചു തന്നത്. ജെനി നിറകണ്ണുകളോടെ പറഞ്ഞു. ജെനി, ചിന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ചിന്നു, ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ചാച്ചന് അമ്മയോട് അങ്ങനെ ചെയ്യുമെന്ന്. എൻ്റെ ചാച്ചന് ദേഷ്യം എടുത്തുചാട്ടം ഉണ്ടെങ്കിലും ഒരു പെണ്ണിൻ്റെ ശരീരം വെച്ച് എൻ്റെ ചാച്ചൻ ഒന്നും ചെയ്യില്ല. ജെനിയുടെ ചാച്ചൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ചിന്നു പറഞ്ഞതും അവൾ സംശയത്തോടെ ചിന്നുവിനെ നോക്കി. ഞാൻ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞതാ. അതും പറഞ്ഞ് ആമി രാവിലെ എഴുന്നേറ്റപ്പോൾ നഗ്നയായിരുന്നു എന്നും എന്നാൽ ജോ അവളെ ഒന്നും ചെയ്തതായി അവൾക്ക് തോന്നിയില്ല എന്നൊക്കെയുള്ളത് ചിന്നു അവളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചാച്ചൻ അങ്ങനെ ചെയ്യില്ലെന്ന്? അവൾ സന്തോഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ ചാച്ചനെ സംശയിച്ചു. ആമിക്ക് ജെനിയുടെ ചാച്ചനെ ആയിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടന്നത്. പക്ഷെ എന്താണേലും ജോച്ചേട്ടൻ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റ് തന്നെയാണ്. അതെ, ചാച്ചൻ തെറ്റ് ചെയ്തു. എന്നാലും ചാച്ചൻ തന്നെ ആമിയെ കെട്ടിയില്ലേ? ഒരു പക്ഷേ ചാച്ചൻ ആമിയെ മിന്നി കെട്ടിയില്ലെങ്കിലും ചാച്ചൻ പപ്പ പറഞ്ഞ പെണ്ണിനെ കെട്ടാൻ ഞാനും മമ്മിയും സമ്മതിക്കില്ലായിരുന്നു. ഞങ്ങളുടെ മനസ്സിലും ചാച്ചൻ്റെ പെണ്ണ് ആമി തന്നെയായിരുന്നു. അതെന്താ, ആ ചേച്ചി ഡോക്ടറല്ലേ? പിന്നെ ഡോക്ടറൊക്കെയാ. പക്ഷേ അവൾക്ക് ഒടുക്കത്തെ ജാടയാ. എന്നെ അവൾക്ക് ഇഷ്ടമേ അല്ല. ചാച്ചനെ മാത്രമേ അവളുടെ കണ്ണിൽ പിടിക്കുള്ളൂ. ചാച്ചൻ എന്നെ സ്നേഹിക്കുന്നതൊന്നും അവൾക്ക് കണ്ടുകൂടാ. ചാച്ചനോട് ഒരു ദിവസം പള്ളി വെച്ച് കണ്ടപ്പോൾ അവൾ പറഞ്ഞതാ, ഞാൻ ഇത്രയും വളർന്നിട്ടും ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ എന്നെ എന്തിനാ എത്ര കെയർ ചെയ്യുന്നതെന്ന്. എന്നിട്ടെന്താ, ചാച്ചൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ അവൾ ഇടപെടേണ്ട എന്ന്. അന്നേ ഞാൻ ചാച്ചനോട് പറഞ്ഞതാ അവൾക്ക് ചാച്ചനോട് ഒരു ചായ്വുണ്ടെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ജെനിക്ക് ഇഷ്ടമല്ല അല്ലേ അവളെ? അല്ല, എനിക്ക് ആമിയെപ്പോലെ പാവം നാത്തൂനെ മതി. ഇല്ലെങ്കിൽ എന്നെയും ചാച്ചനെയും തമ്മിൽ അവർ അകറ്റാൻ നോക്കും. എൻ്റെ ആമയെ ആരെയും അകറ്റില്ല, അകന്നവരെ ഒന്നിപ്പിക്കുകയുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. ആമയെ മതി എൻ്റെ ചാച്ചന്. അല്ലെങ്കിലും എൻ്റെ ചാച്ചനെ സഹിക്കാൻ ആ മിണ്ടാപ്പൂച്ചയ്ക്കേ പറ്റുള്ളൂ. ജെനി പറഞ്ഞതും ചിന്നുവും ജെനിയും ചിരിച്ചു. മനു ആമയുമായി താഴേക്കിറങ്ങി. അടുക്കളയിൽ സൗണ്ട് കേട്ടതും അവർ അങ്ങോട്ടേക്ക് ചെന്നു. മമ്മി, മനു വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. യോഗ്യതയുള്ള ഒരു സ്ത്രീ. ഒരു സാരിയായിരുന്നു വേഷം. മുടിയൊക്കെ അത്യാവശ്യം നരച്ചിട്ടുണ്ട്. മുഖത്ത് നല്ല പ്രായം പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ പുന്നാര മമ്മി തെരേസ, ഗൈനക്കോളജിസ്റ്റാ. അവൻ അവരുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൾക്ക് പരിചയപ്പെടുത്തി. അവർ ആമയെ നോക്കി ചിരിച്ചു. ആമയും തിരിച്ചു ചിരിച്ചു. അവർ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ അടുത്തേക്ക് ചെന്നതും അവർ അവളുടെ നെറുകയിലൊന്ന് തലോടി. അവർ എന്തോ ആംഗ്യഭാഷയിൽ ചോദിച്ചു. അവൾ ദയനീയമായി മനുവിനെ നോക്കി. ആമിയല്ലേ എന്ന് മനു അവളോട് പറഞ്ഞു. അവൾ അവരെ നോക്കി തലകുലുക്കി. സുന്ദരിക്കുട്ടിയാണെന്നാ മമ്മി പറയുന്നേ. അവർ വീണ്ടും എന്തോ പറഞ്ഞതും മനു അവളോട് പറഞ്ഞു മനസ്സിലാക്കി. അതിന് അവൾ ചിരിച്ചു. ചായ കുടിച്ചോ എന്ന് അവർ ആംഗ്യഭാഷയിൽ അവളോട് ചോദിച്ചു. കുടിച്ചു ആൻറ്റി, ചേട്ടനിട്ട് തന്നു. അവൾ പറഞ്ഞതും അവർ ചിരിച്ചു. എന്നെ അറിയോ ആൻറ്റിക്ക്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അവൾ ചോദിക്കുന്നത് കേട്ട് മനു പറഞ്ഞു. അവർ പിന്നെയും എന്തോ ചോദിച്ചു. ആമയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവൾ മനുവിനെ നോക്കി. ജോ ഒരുപാട് ദേഷ്യപ്പെട്ടോ എന്നാ ചോദിക്കുന്നേ? മനു പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി. സാരമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ നിറഞ്ഞു വന്ന അവളുടെ കണ്ണുനീരിനെ തുടച്ചു കൊടുത്തു. മമ്മിയുടെ മോൻ ശരിക്കും ഞാനല്ല ആമി, ജോയാ. അവൻ അവരെ ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആമി സംശയത്തോടെ അവനെ നോക്കി.
അതേനേ, എന്നോട് എപ്പോഴും പറയും ജോയെ കണ്ടു പഠിക്കാൻ. ഇപ്പോൾ കണ്ടോ പുന്നാരമോൻ ഒരു കൊച്ചിനെ ആരും അറിയാതെ കെട്ടിക്കൊണ്ടുവന്നത്. ഞാനും പോയി ഒരെണ്ണത്തെ കൊണ്ടുവരട്ടെ? അവൻ കപടദേഷ്യത്തോട് ചോദിച്ചതും അവർ ചിരിച്ചുകൊണ്ട് അവനെ അടിക്കാൻ കൈയോങ്ങി. അവൻ അവരുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. ആമി അവരുടെ ഇണക്കവും പിണക്കവും ഒക്കെ കണ്ടു ചിരിച്ചു. മനു ശരിക്കും ഭാഗ്യം ചെയ്തതാണെന്ന് ആമിക്ക് തോന്നി. ആമിയും തെരേസയും പെട്ടെന്ന് തന്നെ കൂട്ടായി. ചിലതൊന്നും അവൾക്ക് മനസ്സിലാവില്ലെങ്കിലും അവളും അവരുടെ ഭാഷയെ പഠിക്കാൻ ശ്രമിച്ചു. ജോ നിക്കുവിൻ്റെ മുറിയിൽ കിടക്കുകയാണ്. ജോ, നിക്കു വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി. കഴിക്കാം, വാ. വേണ്ടടാ, വിശപ്പില്ല, നിങ്ങൾ കഴിച്ചോ. അമ്മയും അച്ഛനും നിന്നെ നോക്കിയിരിക്കുക. വന്നേ, നമുക്കൊന്നിച്ച് കഴിക്കാം. എനിക്ക് വേണ്ടടാ, എന്തോ മനസ്സിനൊരു ഭാരം പോലെ. എന്താ ജോ, എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോടാ? എന്ത്, ആമയെ വിവാഹം ചെയ്തതോ? ഏയ് അതല്ല, അതെനിക്ക് തെറ്റായിട്ട് ഒരിക്കലും തോന്നില്ല. അവൾ എൻ്റെയാ. അത് ഞാൻ അവളെ കണ്ട ദിവസം തന്നെ ഉറപ്പിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞത് ജെനിയുടെ കാര്യം വെച്ച് അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ ജോ? അത് തെറ്റാണെന്ന് ഞാനും മനുവും അന്ന് തൊട്ടേ നിന്നോട് പറയുന്ന കാര്യമല്ലേ. അവൻ ചെയ്ത തെറ്റിന് അവനെ ശിക്ഷിക്കാതെ അവളെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ നിന്നോട്. നിനക്കപ്പോൾ വാശിയല്ലായിരുന്നോ വലുത്? എനിക്കപ്പോൾ ഞാൻ ചെയ്യുന്നത് മാത്രമായിരുന്നടാ ശരിയായിട്ട് തോന്നിയത്. അവളെ ഓരോ തവണ കാണുമ്പോഴും അവൾ എൻ്റെ പെങ്ങളാണല്ലോ എന്നെനിക്ക് തോന്നിപ്പോകും. അവളോടുള്ള ഇഷ്ടത്തേക്കാൾ അവനോടുള്ള വാശിയായിരുന്നു എനിക്ക്. അവൾ കരയുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുമെങ്കിലും പെട്ടെന്ന് ജെനിയെ ഓർമ്മ വരും. അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മ വരും. അപ്പോൾ എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ലടാ. അതൊക്കെ വിട്ടേക്ക് ജോ. ഇനി നീ ആലോചിക്കേണ്ടത് ആമി എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ്. എത്ര നാൾ അവളെ മനു അവിടെ നിർത്തും? നിന്റെ മിന്നല്ലേ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്? അതിട്ട് അവൾ മനുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ശരിയാണോ? എനിക്കറിയാൻ നിൽക്കൂ, അവളെ ഞാൻ കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്ക്. ഇനിയും അവളെ ഭീഷണിപ്പെടുത്താനാണോ നിന്റെ പ്ലാൻ? അല്ല, ഭീഷണിപ്പെടുത്തിയൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അവളായിട്ട് എൻ്റെ അടുത്തേക്ക് വരും. സത്യം പറഞ്ഞോ, നീ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ എന്തോ നിന്റെ മനസ്സിലുണ്ട്. എന്താ അത്? നിക്കു സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് അങ്ങനെ പറയാൻ പറ്റൂല, നീ നേരിട്ട് കണ്ടോ? ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നോട് സംസാരിച്ച എനിക്കൂടി വട്ടാകും. നീ വന്നേ, കഴിക്കാം. വരാം, നീ പൊക്കോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ശരിയാണല്ലോ, നീ ഇതുവരെ കുളിച്ചില്ല അല്ലേ? ഇല്ലടാ, നീ പൊക്കോ, ഞാനിപ്പോൾ വരാം. ശരി. നിക്കു അതും പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. നിക്കു, ജോ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. നിനക്ക് ജെനിയെ ഇഷ്ടമായിരുന്നു അല്ലേ? ജോ പറഞ്ഞതും പെട്ടെന്ന് നിക്കു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ? പിന്നെ അവളെ ഇഷ്ടമില്ലാതെ? ഞാൻ ആ ഇഷ്ടത്തെപ്പറ്റിയല്ല പറഞ്ഞത്. ജെനിയോട് നിനക്ക് മറ്റൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലേ? അവൻ പറഞ്ഞതും നിക്കു പെട്ടെന്ന് ഞെട്ടി. ഏയ്, നീ എന്തൊക്കെയാ ജോയി പറയുന്നേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെല്ലട്ടെ, നീ കുളിച്ചിട്ട് വാ. നിക്കു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് താഴേക്കിറങ്ങി. അവൻ പോകുന്നത് കണ്ട് ജോ ചിരിച്ചു. ജോ വാഷ് ബേസിനിൽ കൈയൂന്നി നിന്നു. ആമിയെ കണ്ട ദിവസം മുതലുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. താൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണ്, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചവൾ, പിന്നീട് താൻ അന്വേഷിച്ചവൻ്റെ പെങ്ങളാണ് അവളെന്ന് അറിഞ്ഞപ്പോൾ തകർന്നുപോയി. എന്തു ചെയ്യണമെന്ന് പോലും അപ്പോൾ അറിയില്ലായിരുന്നു. അന്നേരത്തെ സമയത്ത് അവനോടുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ. ഞാൻ അനുഭവിച്ചത് ഒരു പെങ്ങളുടെ മാനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതൊക്കെ അവനെ അറിയിക്കണമെന്നപ്പോൾ തോന്നി. ജെനിയോട് അവൻ ആമിയെ ജീവനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. അവളെ ബലമായി ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ മനസ്സിൽ പല ആവർത്തി അവളോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ദേഷ്യത്തിൻ്റെ പുറത്ത് അവളെ കൈനീട്ടിയടിച്ചപ്പോൾ അവളുടെ ബോധം പോയി. അപ്പോൾ ഒരു നിമിഷം ഞാൻ തകർന്നു പോയി. അവളെ അടിച്ചെങ്കിലും വേദനിച്ചത് എൻ്റെ നെഞ്ചിലായിരുന്നു. അടിച്ച കവളിൽ ചുംബനം കൊണ്ട് മൂടിയിരുന്നു. അവളുടെ ചുണ്ടുകൾ പൊട്ടിയത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അവളുടെ മുഖം മുഴുവൻ ചുംബിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിഷ്കളങ്കമായി മയങ്ങുന്ന അവളെ നോക്കി കുറേ നേരം ഇരുന്നു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് തവണ അവളോട് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ മുഖത്തേക്ക് അവളുടെ കൈ വീണപ്പോഴാണ് പെണ്ണെന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് കേട്ടത്. അവളെ ഉണർത്താതെ തന്നെ കട്ടിലിൽ കിടത്തി കാതോർത്തപ്പോഴാണ് ഉറക്കത്തിൽ കാർട്ടൂൺ കാണുകയാണെന്ന് മനസ്സിലായത്. അവളുടെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ അവൾ ഞെരുങ്ങി ഒന്നുകൂടി എൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് കിടന്നു. രാവിലെ ഇറങ്ങാൻ നേരം അവളുടെ ഡ്രസ്സെല്ലാം മാറ്റിയപ്പോൾ നെഞ്ചിൻ്റെ താളം തെറ്റുമായിരുന്നു. എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് നിന്നത് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ എന്നായാലും അവൾ എൻ്റെ തന്നെയല്ലേ എന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചു. അവളെ അങ്ങനെ കിടത്തി ധൈര്യത്തോടെ പോകാൻ പറ്റില്ലായിരുന്നു. മനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. കുറേ ചീത്തവിളിയും മറ്റും കിട്ടിയെങ്കിലും അവസാനം അവൻ വരാമെന്ന് സമ്മതിച്ചു. അവൻ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു. നേരത്തെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത് കൊണ്ട് അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിരുന്നു. അത് മനുവിനെ ഏൽപ്പിച്ചിട്ട് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത്.
അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവരൊക്കെ കാര്യം അറിയും. അങ്ങനെ അവൻ തൻ്റെ അടുത്ത് വരുമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് തെറ്റി. അവൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. രാവിലെ മമ്മിയുടെ കൂട്ടുകാരിയുടെ മകൾ വരുമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും കൂടെ അവളും ഉണ്ടായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളെ അടുത്ത് ഓരോ തവണ കാണുമ്പോഴും എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുമായിരുന്നു. അവൾ വീട്ടിലേക്ക് പോകട്ടെ എന്ന് കരുതി അവളോട് പലപ്പോഴും പരിധി വിട്ട് ഓരോന്ന് സംസാരിച്ചു. എന്നോട് അവൾ ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാ സത്യങ്ങൾ. ഞാനാ കേൾക്കാതെ ഇരുന്നത്. അപ്പോൾ ഞാൻ മാത്രമായിരുന്നു എനിക്ക് ശരി. എൻ്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു പപ്പയുടെ ആ കല്യാണാലോചന. എൻ്റെ പെണ്ണിൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളെ കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. പപ്പ ഓരോന്ന് പറയുമ്പോൾ അവൾ കണ്ണുകൾ നിറച്ച് എന്നെ നോക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ വേറെ വിവാഹം കഴിക്കുമോ എന്നുള്ള പേടിയായിരുന്നു ആ കണ്ണുകളിൽ ഞാൻ കണ്ടത്. നിന്റെ കഴുത്തിൽ മാത്രമേ ഈ ജോയിയുടെ മിന്നു വീഴുള്ളൂ എന്ന് അവളോട് വിളിച്ചു പറയണമെന്ന് അപ്പോൾ തോന്നും. ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പ പറയുന്നത് സമ്മതിക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയത്. വെളുത്തിട്ട് എന്തേലും ചെയ്യാമെന്ന് കരുതിയാ ഇരുന്നത്. പക്ഷേ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് വെളുപ്പിന് കതക് തുറന്ന് അവൾ ഇറങ്ങി വന്നത്. അവളെ അപ്പോൾ കാണാൻ വല്ലാത്തൊരു ഭംഗി തോന്നി. പെട്ടെന്ന് എന്നെ കണ്ടുകൊണ്ട് അവൾ കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ ദേഷ്യം വന്നു. അപ്പോഴാ അവളെ കിസ് ചെയ്തത്. ആദ്യമായി എൻ്റെ പെണ്ണിൻ്റെ ചുണ്ടിലെ മാധുര്യം അറിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അതറിയാൻ തോന്നി. അതുകൊണ്ടാ അവൾ എതിർത്തിട്ടും വീണ്ടും വീണ്ടും അവളെ കിസ് ചെയ്തത്. കണ്ണുനീരിൻ്റെ ഉപ്പുരസം നാവിലറിഞ്ഞപ്പോഴാണ് അവൾ കരയുകയാണെന്ന് മനസ്സിലായത്. പിന്നെ അവളെ വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല. മിന്നുകെട്ടി അവളെ എൻ്റേതാക്കണമെന്ന് തോന്നി. അന്ന് അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുത്തപ്പോൾ ഒരെണ്ണം കൂടി എടുത്തു വെച്ചിരുന്നു. അത് കല്യാണത്തിന് വേണ്ടി അവളെ കൊണ്ട് ധരിപ്പിച്ചു. അവളെയും കൊണ്ട് കാറിൽ പോകുമ്പോൾ നിറകണ്ണുകളോടെ അവൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാനതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഒരിക്കലും അവൾ ആ ലോറിക്ക് മുൻപിൽ ചെന്ന് നിൽക്കുമെന്ന് കരുതിയില്ല. അത് കണ്ടതും എൻ്റെ ജീവൻ പോകുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. അവളെ വലിച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ എൻ്റെ ശ്വാസം നേരെയാക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. മനു പിടിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ അന്നും എനിക്ക് അവളെ തല്ലേണ്ടി വന്നേനെ. മിന്നുകെട്ടി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ എന്ന് മമ്മി ചോദിച്ചു. അവളില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് സത്യം എനിക്ക് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു. അവളെ ഇറക്കി വിടാൻ ജെനിയും മമ്മിയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മിന്നുകെട്ടിയ എൻ്റെ പെണ്ണാണെന്നും അവളെ സംരക്ഷിക്കേണ്ടത് ഞാനാണെന്ന് അറിയാമെങ്കിലും പെട്ടെന്ന് അവനോടുള്ള വാശിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. മനസ്സ് തകർന്നുകൊണ്ടാണ് അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയത്. പെട്ടെന്ന് പപ്പ വന്നതും അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടതും ഞാൻ തകർന്നു പോയി. ഞാൻ എന്തേലും പറയുന്നതിന് മുൻപേ തന്നെ അവൾ പോകുവാണെന്ന് പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോഴാ മനു അവളെ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞത്. അവൻ്റെ അടുത്ത് അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും അവളെ വിടാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ ഉൾപ്പെടെ ആരും എന്നെ കേൾക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. മനു അവളെ കൊണ്ടുപോയതും പപ്പ പറഞ്ഞതൊക്കെ എന്നെ വട്ടുപിടിപ്പിച്ചു. ബലമായിട്ടാണെങ്കിലും അവളെ തിരികെ കൊണ്ടുവരണമെന്ന് കരുതിയാണ് മനുവിൻ്റെ അടുത്തേക്ക് പോയത്. മനു എന്നെ കണ്ടതും അവളോട് കയറിപ്പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ പെണ്ണല്ലേ അവള്. എന്നേക്കാൾ അധികാരം അപ്പോൾ അവൻ കാണിച്ചത് എനിക്കിഷ്ടപ്പെട്ടില്ല. അവൾ എൻ്റെയാണെന്ന് ബോധ്യപ്പെടുത്താനാ അപ്പോൾ അവളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ കിസ് ചെയ്തത്. അവളും കൂടി എന്നെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വാശി കൂടി. അതുകൊണ്ടാ വാശിയോടെ അവളെ വീണ്ടും ചുംബിച്ചത്. പക്ഷെ ഒരിക്കലും അവൾ എൻ്റെ നേരെ കൈ ഉയർത്തുമെന്ന് ഞാൻ കരുതിയില്ല. അവളെ അടിക്കാൻ തന്നെയാ കൈ പൊക്കിയത്. പക്ഷേ അപ്പോഴേക്കും മനു ഇടയ്ക്ക് കയറി. പിന്നെ ആലോചിച്ചപ്പോൾ അവൾ ചെയ്തതിൽ തെറ്റില്ലെന്ന് തോന്നി. അവളോട് ഞാൻ കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെങ്കിലും അവൾ എനിക്ക് തരണ്ടേ. അവളും ആകെ തകർന്നിരുന്നു. പിന്നെയും അവളെ ബലമായി അവിടുന്ന് കൊണ്ടുവന്ന് വേദനിപ്പിക്കേണ്ട എന്ന് കരുതി. 2-3 ദിവസം അവൾ അവിടെ നിൽക്കട്ടെ എന്ന് എനിക്കും തോന്നി. അതിൽ കൂടുതലൊന്നും ഞാൻ അവളെ അവിടെ നിർത്തില്ല. അവൻ ആലോചിച്ചുകൊണ്ട് അവളടിച്ച കവളിൽ കൈവച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. മോളെ ആമി, നീ വരൂ എൻ്റെ അടുത്ത്. തല്ലിയ കൈകൾ കൊണ്ട് തന്നെ നീ നിന്റെ ഇച്ഛായനെ തലോടും. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ചിരിച്ചു.